ഇന്നും കുറച്ച് ആൾക്കാര് വന്ന് എന്റെ അടുത്ത് സംസാരിച്ചു. പക്ഷെ ഞാനതൊന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ഈ കാര്യങ്ങൾ പറയാൻ വന്നപ്പോ എല്ലാവർക്കും ഭയങ്കര ആക്രോശം പിടിച്ചോണ്ട് വരായിരുന്നു എന്റെ അടുത്ത്. ഡാൻസ് കളിച്ചതിന് ഞാൻ പറഞ്ഞു, "മാർഗഴി തിങ്കളല്ല വാ" എന്ന് പറഞ്ഞതിന് അവള് മുദ്ര കാണിക്കാണ്. "മാർഗഴി തിങ്കളല്ല വാ." അത് മാർഗഴി തിങ്കളല്ല വാ എന്നല്ല. തമിഴില് മാർഗഴി തിങ്കളല്ല വാ എന്ന് പറഞ്ഞാൽ ഇതൊരു മാർഗഴി മാസം അല്ലയോ എന്ന് പറഞ്ഞതിന് വാ എന്ന് മുദ്ര. അപ്പൊ നീ അറിയാത്തത് എന്തിനാ ചെയ്യണത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഡാൻസ് എങ്ങനെ നീ കളിക്കും? ഓപ്പറേഷൻ ചെയ്ത ഒരാളെ എങ്ങനെ ഡാൻസ് കളിക്കും? ഹായ് അമ്മ. ലൈവ് ഇട്ട് കളിക്കുന്നില്ല അമ്മ. ഞാൻ നേരത്തെ ചുമ്മാ വന്നിരുന്നതാണ്. പിന്നെ മാലിക വരാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങ് ലൈവിൽ വന്നാണ്. ഇച്ചിരി കാര്യം പറയാന്ന്. പിന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. വേണ്ട, ആ സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നില്ല. മാലിക വരാനുള്ള വെയിറ്റിംഗിലായിരുന്നു. മാർഗഴി ലൈവ് തുടങ്ങിയോ? തുടങ്ങി. സോറി. ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. മാലിക എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ നിങ്ങൾ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ മതി. ഇന്നത്തെ ഒരു ടോപ്പിക് ഇന്നലത്തെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇന്നലെ ചെയ്തതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് വന്നത്. കാരണം ഇന്നലെ നമ്മൾ പറഞ്ഞതിന്റെ അനുബന്ധമായി അവിടെ കുറച്ച് ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മളൊന്ന് ഒരു കണ്ടിന്യൂഷൻ വേണമെന്ന് തോന്നിയത് കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ. നമുക്കിപ്പം ഓക്കെ. മാഡത്തിന് വന്നു കഴിഞ്ഞാൽ ജർമ്മനിയിൽ സ്നോ കൊട്ടുന്ന പോലെ നമ്മൾ അടുത്ത സ്നോ കൊട്ടുകയാണെന്ന് പറഞ്ഞാൽ മതി. അതെ. ഞാനിപ്പോ സ്നോ കാണിച്ച് തുടങ്ങാം. നിങ്ങൾ എങ്ങനെ തുടങ്ങിക്കോളൂ. അവർ തങ്ങുന്ന സ്ഥലമാണ്. കണ്ടില്ലേ? അറിയില്ല. സോറി, ഐ ഹാവ് എ കാൻഡിൽ. തുടങ്ങിയോ? ബോത്ത് ആർ ഗ്രീൻ. അത് കോൺഫിഡൻസ് ആണ് കേട്ടോ. ബോത്ത് ആർ ഗ്രീനിൽ വന്നത്. വെൽക്കം മാഡം. ഷാജി, താങ്ക് യു. തുടങ്ങിയോ? തുടങ്ങിയില്ലേ? വായോ. ആ അതെയോ, ഞാൻ വിചാരിച്ചു തുടങ്ങിയിട്ടില്ല. ഇല്ലല്ല, ഞാൻ നേരത്തെ അത് കാണിക്കാൻ പോയപ്പോ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ ദൈവമേ, അപ്പൊ എന്തൊക്കെയോ ഞാൻ പറഞ്ഞല്ലോ. അത് മാർഗഴിയുടെ ആ ഡാൻസിന്റെ കാര്യം. അത് ഞാൻ സംശയം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞല്ലേ. ഇറ്റ്സ് ഓക്കെ. അയ്യോ അത് ഞാൻ വെറുതെ കാഷ്വൽ ആയിട്ട് പറഞ്ഞത്. അല്ലല്ല, ഡാൻസ് ടീച്ചർ അല്ലേ. ഡാൻസ് ടീച്ചർ ആയതുകൊണ്ടാണ് ഞാൻ ആ ഡൗട്ട് ചോദിച്ചത്. ആ കാണിക്കുന്ന മുദ്രകളും മറ്റേതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ അപ്പൊ ഒന്നും പറയാനില്ല. നമ്മൾ വല്ലതും പറഞ്ഞിട്ടോ അല്ല, ഇടങ്ങഴി ആവണ്ടല്ലോ. അല്ല, അപ്പൊ ഞാനത് പറഞ്ഞതിന് തന്നെ ചിലവർ എൻ്റെ അടുത്ത് വന്നു, പേഴ്സണൽ ആയിട്ട് എന്തിനാ പോകുന്നത്, അവരുടെ പേഴ്സണൽ എന്തിനാ നിങ്ങൾ പറയുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചു തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഇത് പേഴ്സണൽ അല്ല. നിങ്ങളൊരു പബ്ലിക്കിൽ എടുത്തിട്ട് ആരെങ്കിലും ഒരാൾ വീഡിയോ എടുത്ത് ഇടുകയാണെന്നുണ്ടെങ്കിലും ഇതേ തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞ് പഠിച്ച് നന്നായി ചെയ്യൂ. ആരും നിങ്ങളെ ചെയ്യണ്ട. യു ക്യാൻ ബി എ ഗ്രേസ്ഫുൾ ഡാൻസർ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവും. പക്ഷെ ആരും നിങ്ങളെ ഇതുപോലെ ആവണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാണ് ഈ വെറുതെ നുണ പറഞ്ഞ് ചെയ്യുന്നത്? അതാണ് എന്റെ ചോദ്യം. ഞാൻ കുറച്ച് ഭാഗം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇവർ പറയുന്ന ഒരു ഓപ്പറേഷന്റെ കേസ് അത് ഇന്നലെ നമ്മൾ പറയുമ്പോൾ വിട്ടുപോയതാണ്. അപ്പം ഒന്നാമത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് കുറെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആളുകൾക്ക് അത് കൃത്യമായി കിട്ടിയോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്. അതായത് ഇപ്പം 1 മന്ത് പോലും ആയിട്ടില്ല. ഒരു 7 ഡേയ്സ് ബിഫോർ ആണ് ഈ ഒരു അലിഗേഷൻ ഒക്കെ തുടങ്ങുന്നതെന്നാണ് എന്റെ ഒരു ഓർമ്മ. അപ്പം ഇത്രയും ഈസി ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ, അതായത് പെനിസ് കട്ട് ചെയ്ത മോഡലിലാണ് പുള്ളിക്കാരത്തിൽ നടന്നിട്ടുണ്ട്. അന്ന് ഇരുന്ന് കഞ്ഞി കുടിക്കാൻ വയ്യ, കൈ പൊക്കാൻ വയ്യ എന്ന് പറയുന്നത്. പിന്നെ രഞ്ജി എന്ന് പറയുന്ന അതിനെതിരെ അവരെന്തോ സ്റ്റേറ്റ്മെന്റ് ഇട്ട് എന്താണ് ഓപ്പറേഷൻ എന്ന് തുറന്നു പറയാൻ എന്താ ബുദ്ധിമുട്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് അവര്. അപ്പൊ അവർ ചോദിച്ചതിനെയും അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് കുറെ സ്റ്റേറ്റ്മെന്റ്. ഈ ശ്രീലക്ഷ്മി ആരെന്ന് അറിയത്തില്ല. നിങ്ങളുടെ കൂടെ ഉള്ള ആളാണോ അതോ അവരും ഒരു മുട്ടച്ചി കൂടെ നടക്കുന്നില്ലേ ശ്രീലക്ഷ്മി? ശ്രീലക്ഷ്മി ഈസ് എ വിമൻ. ഓക്കെ. അവരാണ് ഇവര് ക്ലീൻ ചെയ്തതും പിന്നെ നന്നായി നോക്കിയതെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അവരുടെ ഒരു റീൽസിലൊക്കെ കണ്ടതാണ്. അവരാണ് ഇവരെ ക്ലീൻ ചെയ്തത്. ചോദിക്കട്ടെ, പാർട്ട്ണർ കൂടെ ഉണ്ടല്ലോ, ആഷിയോ അങ്ങനെ ഒരാൾ കൂടെ ഉണ്ട്. അയാളാകുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ. ഒരു തേർഡ് പേഴ്സൺ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അവരൊരു നേഴ്സ് ഒന്നുമല്ല. പക്ഷെ കുറെ കൺഫ്യൂഷൻ ആളുകൾ ചോദിക്കുന്നുണ്ട്. ബിക്കോസ് അവരൊരു വുമൺ ആണ്, ഇതൊരു മാൻ ആണ്. മാൻ ഇങ്ങനെ ആയതുകൊണ്ട് മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ച പിടികിട്ടില്ല. കൂടുതൽ വിളിച്ച് പറയാൻ വയ്യ. ഇല്ല, ഞാൻ ഇന്നലെ സർജറിയുടെ കാര്യം പറഞ്ഞു പോയത് ഞാൻ പറയാം. ഈ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടോപ്പ് ആയാലും ബോട്ടം ആയാലും അതിൽ ഒരു വാർത്ത പറയുന്നുണ്ട്, ഇതുപോലെ രണ്ടും ചെയ്തവർ ആരെങ്കിലും ഒന്നിച്ചുണ്ടോ ഞാൻ എനിക്ക് അറിയില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ രണ്ടും ചെയ്ത ആൾ ഞാനുണ്ട്. എനിക്ക് ഈ രണ്ട് പ്രാവശ്യം വേദന താങ്ങണതിനെക്കാട്ടിയും ഒരേ പ്രാവശ്യം കൊണ്ട് നമുക്ക് അതിന്റെ വേദന എടുത്തിട്ട്, പക്ഷെ അന്ന് ചെയ്തത് 11 വർഷത്തിന് മുമ്പ് ചെയ്യുന്നതിന്റെ അതിന്റെ പഴയ ടെക്നിക്കും കാര്യങ്ങളായാലും അപ്പോഴും ഇതിനെക്കാട്ടിയും വേദനകളും ഇതും ജാസ്തിയാണ്. ഇപ്പൊ ടെക്നോളജി ഒരുപാട് കൂടി, ഒരുപാട് കാര്യങ്ങൾ ഈസിയാണ്. പക്ഷെ എന്നാലും ഒരു 7 ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്ക് എണിച്ച് നിന്ന് മാർഗഴി തിങ്കളല്ല പോകുന്ന ഡാൻസ് കളിക്കണോ, അല്ലെങ്കിൽ പോയിട്ട് റിസോർട്ടിലേക്ക് പോകാനോ, ഇല്ലെങ്കിൽ നാട് ചുറ്റാനൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചിരിക്കുന്ന കാര്യം നിങ്ങളുടെ ദേഹത്തിലേക്ക് ഒട്ടിപ്പിടിക്കാനും അതൊരു സ്റ്റിച്ചുകളാണ്. അത് എപ്പോ വേണമെങ്കിലും പൊട്ടി വരാം. അതൊന്നും ഉണങ്ങിയിട്ടില്ല.
അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ നോക്കി സംസാരിക്കണം. ഈ തെറ്റുകൾ വിളിച്ചു പറയുന്നത് വളരെ ഈസിയാണ്. ഇപ്പൊ ചിലവരെന്നെ അവരുടെ ഇതിൽ പറയുന്നുണ്ട്, ജാസി നുണ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. യെസ്, നുണ തന്നെയാണ് പറയുന്നത്. ആ അതിൽ കാണിക്കുന്നു മാഴ്കടി തിങ്കളല്ല വാ, അത് കാണിച്ചു കഴിഞ്ഞിട്ട് പറയണ തിങ്കളല്ല വാ വാ മതി കൊഞ്ചും നാളല്ല വാ എൻ മന്നൻ വെറും അത് വിടൈ, ദറ്റ് ഇസ് അതിൽ ഒന്ന് പറയും ഒരു മുറയും ഉണ്ണേ മുഖത്തെ അത് കാട്ടി കഴിഞ്ഞിട്ട് ആ കാണിക്ക് സന്തോഷമല്ല വിടൈ പെര, അതായത് നീ പിരിഞ്ഞിരിക്കുന്നത് ശരിയാണോ. ഇപ്പൊ ഞാൻ ഡാൻസിന്റെ കാര്യത്തിൽ അവരെ കുറ്റം പറയും അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും നിന്ന് ഡാൻസ് കളിക്കാനുള്ള ശക്തി ആർക്ക്, ഞാൻ തന്നെ ഇത്ര വലിയ ഡാൻസറായി എനിക്ക് പറ്റിയിട്ടില്ല. ഇവർക്ക് ഇങ്ങനെ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആയിരിക്കുമല്ലോ കൈ എടുക്കുക എന്നുള്ളതൊക്കെ നല്ല പെയിൻഫുൾ ആക്ട് ആയിരിക്കുമല്ലോ. ഈ ഒരു പോർഷൻ ആണ് പറ്റില്ല, പറ്റത്തില്ല. ഞാനും ഈ പ്രോസസ്സ് കഴിഞ്ഞു വന്നവരാണ്. ഞാൻ എക്സാക്ട്ലി ഇപ്പൊ ഒരു മാസം 1.25 മാസം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും എന്തെങ്കിലും ചെയ്യാം. പക്ഷെ 1 മാസത്തിന്റെ ഉള്ളിൽ 7 ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യാനേ പറ്റത്തില്ല. ഡോക്ടർ അതിനുള്ള പെർമിഷൻ തരില്ല. ഈ കാണുന്നത് അല്ലെ, രണ്ടും നടന്നിട്ടില്ല. എന്റെ കാര്യപ്രകാരം എനിക്ക് നോക്കുന്നതിൽ ഇതാണ്. പിന്നെ രണ്ടാമത് എല്ലാവരുടെ അടുത്തും പോയിട്ട് എവിടെയും താൻ പറയുന്നില്ല താൻ എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്തത് എന്നുള്ളത്. ഈ പറഞ്ഞ രഞ്ജുമാരും വന്നിട്ട് തനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ആയി എന്ന് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞ കാര്യം നീ എന്ത് ഓപ്പറേഷനാ ചെയ്തെന്ന് ചോദിച്ചു. പക്ഷെ അതിന് ഇതുവരെയും ഒരു ബദല് കൊടുത്തിട്ടില്ല. പക്ഷെ അവരെന്തെങ്കിലും അവർ കമന്റ് പോയി ഇട്ടു എന്ന് പറഞ്ഞാൽ അവര് എന്തിനാണ് നോണാടെ ഓടാൻ നിൽക്കേണ്ട ആവശ്യം എന്തിനാ രഞ്ജുവിന്? രഞ്ജു ന്യായമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അവർ സത്യസന്ധമായിട്ട് ഇന്ന് അവരുടെ കാര്യം എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ട് അവരൊരു പൂർണ്ണമായിട്ട് ഒരു പെണ്ണെ പൂർണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണായി മാറി അവർ ജീവിക്കുന്നുണ്ട്. അപ്പോ അവരുടെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പേരിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ആരായാലും തന്നെ ശരി, ഞങ്ങൾ ആരായാലും തന്നെ ശരി, എന്താ ചെയ്തെന്ന് ചോദിച്ചതിന് തെറ്റൊന്നുമില്ല. എന്താ പറഞ്ഞാൽ തെറ്റിദ്ധാരണകൾ പലതും ഉള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. തെറ്റുകാരനകൾ താൻ തന്നെ വളർത്തിയിട്ട് താൻ തന്നെ അതിന് വന്നിട്ട് ബദല് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ വന്നിട്ട് അതിന് വന്നിട്ട് അവര് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് തീർക്കാൻ പറ്റും? ഒരു എന്ത് പറ്റി? ഇത് അവരുടെ ആദ്യത്തെ കല്യാണം കഴിച്ച ഭാര്യയാണ്. അതെന്നാണല്ലോ പറയണത്. ഇതുപോലെ ഒരാളും പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ വന്നിട്ട് തന്റെ കല്യാണം കഴിച്ച ആളെയും കല്യാണം കഴിച്ചതൊന്നും റീലായിട്ട് ആരും ഇടത്തില്ല. അഥവാ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും കൂടി അതിനെ കളയണ്ടേ? എന്തിനീ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കാണിക്കുന്ന പോലെ തന്റെ രൂപത്തെയും താനും കാണിക്കുന്നത് ആവശ്യം എന്തായിരുന്നു? പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ എന്നെ ചേർത്തേണ്ട, കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ എന്നെ കുറിച്ചൊന്നും പറയണ്ട, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സർജറി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഫംഗ്ഷൻ ആണെന്നാ പറയുന്നത്. സർജറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷൻ. ഇതിനിപ്പോ നട്ടാശ വീട്ടിൽ വിളിക്കാൻ പോയ സമയത്തും അവിടെ ഭയങ്കര തുള്ളി കളിച്ചിട്ട് എല്ലാവരും വീട്ടിൽ വരുത്തലും ഇരുത്തലും എല്ലാം ചെയ്തുകൊണ്ട് തന്നെയല്ലേ ഇരുന്നുണ്ടായിരുന്നു. അപ്പോഴും ഈ വേദനയൊന്നും കണ്ടില്ല. അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 ദിവസമോ 3 ദിവസം ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് ആ വീഡിയോ ഇട്ടത്. കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയല്ല ഞാൻ. എന്റെ ഇഷ്ടം ജീവിക്കുന്നു, എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്റെ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ അങ്ങനെ പോകുന്നു. ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഉള്ള വ്യക്തിയല്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ട്രാൻസ് കമ്മ്യൂണിറ്റി ഉള്ളിലേക്ക് വലിച്ചയക്കരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഞാൻ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിന്റെ ഇഷ്ടപ്പെടുന്നു. ഞാൻ പെണ്ണായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ എന്റെ ശരീരം ചെയ്യുന്നു. അല്ലാണ്ട് ജാസി ട്രാൻസ് കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ജാസി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായി എന്ന് പറയാൻ ആരും പറയണ്ട. ഞാൻ നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി അല്ല. അതുകൊണ്ട് ഞാൻ ഈ കാണുന്ന ആൾക്കാരോട് പറയണ, ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റി തലയിൽ കൊണ്ടിടരുത്. എനിക്ക് ആ കമ്മ്യൂണിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനും എനിക്ക് ആശയും എന്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളും അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിന്റെ ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടായി അവര് ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ല എന്ന് പറയുന്നത് കേസ് കൊടുക്കും എന്നുള്ളത് കൊണ്ടല്ലേ?
അല്ല, ഇതിപ്പോ ഞങ്ങൾ ആരും അവരെ സപ്പോർട്ട് ചെയ്തില്ല. അവരുടെ നുണയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിക്കണം എന്നാണ് അവര് വിചാരിച്ചത്. അപ്പൊ ഞങ്ങൾ ആരും അതിന് കൂട്ടുനിന്നില്ല. അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഈ പറഞ്ഞ ഞങ്ങളുടെ ഗ്രൂപ്പിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടുന്ന് റെക്കോർഡ് എടുത്ത് കൊണ്ടുപോയി അവരുടെ അടുത്ത് കൊടുക്കാനും അത് കേൾപ്പിക്കാനും അതിനൊക്കെ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടി പിന്നാലെ നിന്ന് പണി ചെയ്യാനും അവര് സപ്പോർട്ട് ചെയ്ത് പറയാനും. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർക്ക് എന്താ പറയാ, തന്നെ വന്നിട്ട് സപ്പോർട്ട് ചെയ്താൽ നമ്മളെല്ലാവരും നല്ലത്, സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും കെട്ടവരാണ്. ഇതിപ്പോ നുണയുടെ കൂടെ നമ്മൾ നിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ആരും നിന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വാന്ന് പറഞ്ഞ് ഞങ്ങൾ തട്ടുപാക്കൊന്നും വെച്ചിട്ട് ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ ആരെയും ഞങ്ങൾ ക്ഷണിക്കാറില്ല. അവരവരുടെ ഇഷ്ടപ്പെട്ട ഒരു ജീവിതം വേണമെന്ന് പറഞ്ഞ് വരുന്നവർക്ക് അവർ വെൽക്കം ആണ്. ഞങ്ങൾ ആരാണ് അവർ ഡിസൈഡ് ചെയ്യാനും, ഞങ്ങൾ ആരാണ് അതോറിറ്റേറ്റീവ് ആയിട്ട് നീ ഞങ്ങളുടെ പിന്നെ ഫാമിലിയിലേക്ക് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തോ ഇഴുത്ത് പിടിച്ച് വിളിച്ച പോലെയും ഞങ്ങൾ ചെയ്ത പോലെയാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇവർക്ക് കാർഡില്ല, അതാണ് സത്യം. മനസ്സിലായോ? അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയോ അവർ പറയുണ്ടായിരുന്നു. അതെന്തോ അഡ്രസ്സ് കൊടുത്തതും ഇവര് പേര് കൊടുത്തതും എന്തൊക്കെയോ തെറ്റായി പോയത് കൊണ്ട് അത് കറക്റ്റ് ആയിട്ട് അത് അവർക്ക് കൊടുക്കാത്തത് കൊണ്ട് അത് റിജക്ട് ആയി എന്തോന്ന് ഒരാൾ പറയുന്നത് കേട്ടു. അവരിന്റെ ഇതിന്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം, ഡോക്ടർ പരിശോധിച്ച് അവർക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടാലും ആ കാർഡ് അലോഡ് ചെയ്യുള്ളൂ. അവിടെ ഉണ്ട് അവളെ കള്ളത്തരം, അവന്റെ അല്ല, കള്ളത്തരം. ഏറ്റവും കൂടുതൽ ഞാൻ ഇനിയൊന്ന് അറിഞ്ഞത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം സൈക്കാട്രിക്കിന്റെ അടുത്ത് പോയിട്ട് അപ്രൂവൽ വാങ്ങി ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷമേ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നു. ഇത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇതിന് മുമ്പ് ഇതൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ആദ്യം സൈക്കാട്രിക്കിന്റെ അടുത്ത് അപ്രൂവൽ വാങ്ങാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അല്ലാതെയും ഒരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രം. മറ്റേ ഐഷു ആണ് ആ പേര്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഒരു കുട്ടി എടുത്തതിന്റെ ആ കുട്ടിയാണ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്, അത് ഫേക്ക് നമ്മൾ കൊണ്ട് കൊടുത്തിട്ട് പറ്റൂല. അവരുടെ ഡോക്ടറുണ്ട്, അവര് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവരിത് കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ആൾക്കാർ പോയി ഇത് എടുക്കാറില്ല, കാരണം റിജക്ട് ചെയ്യും. ഈ പകുതി പേരും തോന്നൽ കൊണ്ട് ഇതാവുന്നതാണ്. മനസ്സിലായില്ല? ഇങ്ങനെ ആയാൽ കുറച്ച് ഈസി ഉണ്ടെന്ന്. ഈ വേഷം കെട്ട് കണ്ടാൽ തന്നെ അറിയത്തില്ലേ. അപ്പം അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, അവർ ട്രാൻസ് അല്ല, അതാണ് സത്യം. അവർ ട്രാൻസിലുള്ളവരല്ല. ഇത് പക്ക അഭിനയമാണ്, പക്ക അഭിനയം, ആളുകളെ പറ്റിക്കലാണെന്നുള്ളതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹി ഡോണ്ട് ഹാവ് കാർഡില്ല അവർക്ക്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ഇപ്പം ഏത് സെക്ഷനിൽ കൂടെ പോയപ്പോൾ ആള് പിടിവീണെന്ന് പിടികിട്ടിയ, അതായത് ട്രാൻസ് വിഭാഗത്തിലുള്ളവർക്ക് ഇതൊരു നാണക്കേടാണെന്നും ഇത് അനാവശ്യമായിട്ടൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെന്നും ഇതിൽ കൂടെ ഈ പൊക്കിക്കാണിക്കൽ പരിപാടിയിൽ കൂടെ പലർക്കും പൊക്കിക്കാണിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് അവരെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് കൊണ്ട് ഈ സൈഡിൽ നിന്ന് അവരെല്ലാവരും